മുളകും ചൂടാക്കിയ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുള്ള ചൂടുവെള്ളത്തിലിട്ടേക്കാനല്ലേ പറഞ്ഞ്. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് നല്ലൊരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാൽ ഞണ്ടാണ്. എനിക്ക് അത് ക്ലീൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നേരത്തെ വരും, അപ്പോൾ ഒരു 4 മണിക്കൊക്കെ വന്ന് നമുക്ക് റെഡിയാക്കാമെന്ന്. പക്ഷേ വിചാരിച്ച പോലെയല്ല, 7 മണിയായിട്ടും ആളെത്തിയില്ല. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് എടുത്തിടാൻ പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് ഞണ്ടേത് അതിലേക്ക് എടുത്തൊക്കെ ഇട്ടു കേട്ടോ. അതിന് ശേഷം അപ്പോഴേക്കും ഏട്ടൻ എത്തി എന്നിട്ട് അതൊക്കെ കോരി എടുത്തു. പിന്നെ അതാ ഏട്ടൻ തന്നെ ഇട്ട് അത് ക്ലീൻ ചെയ്തതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി നിന്നു. പിന്നീട് ഒരു അവസരത്തിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏട്ടൻ വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചത്. പിന്നെ അതാ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേനും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ചട്ടി ചൂടാക്കി ഏട്ടൻ തന്നെ അതിലിട്ട് വറുത്തെടുത്തു കേട്ടോ. പിന്നെ അതൊന്ന് മാറ്റിയിട്ട് അതേ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരേക്ക് ഒന്ന് വഴറ്റി കൊടുത്തു. ശേഷം നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തു കേട്ടോ. നല്ല ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ തന്നെ അതിലിട്ട് നന്നായി തന്നെ വഴറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഞണ്ട് ഇവിടെ അങ്ങനെ കിട്ടാറുമില്ല. പിന്നെ ഇപ്പോൾ പുറത്തൊന്നും പോകുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എപ്പോഴോ ശ്രീകുട്ടി ചെറുതാവുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കത് ക്ലീൻ ചെയ്യാനൊന്നും അറിയാതെ വരുന്നത്. സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഉടയുന്നവരേക്ക്. ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടച്ചൊക്കെ വെച്ച് ഉടച്ച് ശരിയാക്കും. പക്ഷേ ഏട്ടൻ അപ്പോൾ അത് അങ്ങനെയൊന്നല്ല, അങ്ങനെ തന്നെ വഴറ്റി തന്നെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ ശ്രീകുട്ടിയാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്, തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശേഷം ഏട്ടൻ കുറേശ്ശെ ആയിട്ട് നോക്കിയാണ് വെള്ളം ചേർക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഞണ്ടൊക്കെ വെന്ത് കഴിഞ്ഞതാണ്, വെള്ളത്തിൽ കിടന്ന് തിളച്ച് വെന്തതാണ്. നമ്മുടെ ഞണ്ട് വന്നിട്ട് തിളച്ച് വെന്തതിന് ശേഷമാണ് അത് ക്ലീൻ ചെയ്യുന്നതല്ല കേട്ടോ. നേരം വൈകിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു ബോറടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ മക്കളും എല്ലാം കൂടെ ഒരു ജഗപകയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ബോറടിച്ചില്ല. ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടാക്കുമ്പോഴാണ് ദേഷ്യം വരിക. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടാക്കാനും ആണെങ്കിൽ. ഇടയിൽ കൂടെ മക്കൾ ഓരോരോ സംസാരങ്ങളൊക്കെ ആയിട്ടേ. പിന്നെ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഓൾറെഡി നമ്മൾ ഞണ്ട് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൈയും കാലും ഒക്കെ അങ്ങനെ തന്നെ പൊട്ടിച്ചാണ് ഇടുക. അങ്ങനെ അതിൻ്റെ ആ ഒരു നടുക്ക് സംഭവം പിളർത്തി എടുത്തിട്ട് വേസ്റ്റ് കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൽ നല്ലതുപോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഞണ്ടിൻ്റെ ഉള്ളിൽ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ വെക്കില്ലേ അപ്പോൾ ഉണ്ടാവുന്ന പോലെ വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളത്തിനെ ഒന്ന് നല്ലതുപോലെ ഫുൾ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കൂട്ടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ലൈറ്റായിട്ട് കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡിയായി. ഒപ്പം തന്നെ ഞാൻ ചപ്പാത്തിയും ചുട്ടെടുത്തു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കാറുള്ളത്. ഒരു ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇപ്പോൾ ഞണ്ട് കറിയൊക്കെ ആയി. ശ്രീനു റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ശ്രീനു ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് എങ്ങനെ കഴിക്കാമെന്നൊന്നും അറിയില്ല. അവളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്.
പിന്നെ ഒരു പ്ലേറ്റിൽ അവൾക്ക് ഒരു ചപ്പാത്തിയൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ തന്നെ വിളമ്പിക്കൊണ്ട് ഇത് പറഞ്ഞ് വാശി പിടിച്ച് അവൾ തന്നെ വിളമ്പാൻ നോക്കുന്നുണ്ട്. കയ്യിലും കൊണ്ട് കുറേ പ്രാവശ്യം എടുക്കുമ്പോഴൊന്നും അതിൽ കിട്ടുന്നില്ല. ലാസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒരെണ്ണം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് കഴിക്കുന്ന കോലാണേ. ഏട്ടനും ശ്രീകുട്ടിയും കൂടി അവിടെ റൂമിൽ കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്. ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും കേൾക്കുന്നില്ല. അങ്ങനെ സ്വന്തം അധ്വാനിച്ച് കഴിക്കുകയാണ് കുട്ടി. എന്താ അല്ലേ? ഒരു ചപ്പാത്തിയുടെ പീസ് എടുത്ത് മുകളിലേക്ക് ഞണ്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോഴേക്ക് ഞാൻ വന്നു. അങ്ങനെയല്ല കുഞ്ഞാ കഴിക്കുക, അതെങ്ങനെ കഴിക്കുക എന്നുള്ളത് അച്ഛൻ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു. അച്ഛനാണെങ്കിൽ കാണുന്നുമില്ല. പിന്നെ ഏട്ടൻ വിളിച്ചു വന്നു കേട്ടോ. അപ്പോഴത്തേനും അവൾ പീസൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് പൊറോട്ട കഴിക്കാൻ തുടങ്ങി കേട്ടോ. ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. ഞണ്ട്, കക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കടപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ സുലഭമായിട്ട് കിട്ടില്ല. നമ്മുടെ ഇവിടെ ഈ ചെർപ്പുളശ്ശേരി ഭാഗത്തൊക്കെ കിട്ടുന്നത് കുറവാണ്. പിന്നെ അഥവാ കിട്ടിയാൽ തന്നെ അത്ര ഫ്രഷ് ഒന്നും കിട്ടുകയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ നല്ല മടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ മീൻ ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാത്തതാണ്. അപ്പോൾ ഈ ഞണ്ട് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഏട്ടനൊക്കെ ഗൾഫിലുണ്ടായിരുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ കഴിച്ച് നല്ലതുപോലെ ശീലമുണ്ടല്ലോ. എന്തായാലും ഗ്രേവി ടേസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് നല്ലതുപോലെ ഇഷ്ടമായിരുന്നു. സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നതിന് ശേഷം അവൾ അത്യാവശ്യം കഴിച്ചു കേട്ടോ. ഏട്ടൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ. അതുപോലെ ശ്രീകുട്ടി നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കുറേ ആയിട്ട് പറയുന്നു എനിക്ക് ഞണ്ട് വേണം, കക്ക വേണം, ഞണ്ട് വേണം എന്നൊക്കെ. പക്ഷേ ഈ ഭാഗത്ത് കിട്ടാത്ത കാരണം അങ്ങനെ മേടിക്കാറില്ല. ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ നന്നായി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ ഞണ്ട് ഉണ്ടാക്കാറുണ്ടോ, കഴിക്കാറുണ്ടോ? ഇതുപോലെയാണ് ഉണ്ടാക്കുക, വേറെ വെറൈറ്റി ഉണ്ടോ എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സി യു.